ഹലോ SSLC മക്കൾസ്, വെൽക്കം ടു ന്യൂ ടൈംസ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ മക്കളും എന്താ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കാണും അല്ലേ? യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടാ? എളുപ്പമല്ലായിരുന്നോ? സിമ്പിൾ അല്ലേ? ഓക്കെ, കുറച്ച് പേർക്കൊക്കെ കുറച്ച് ടഫ്നെസ് തോന്നും. അത് പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നു. ഗ്രാമർ പോർഷൻ ആയിക്കോട്ടെ, ബാക്കി നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻസ് ഒക്കെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ? അപ്രീസിയേഷൻ വന്നു, അതേപോലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഫ്രേസൽ വെർബ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഇപ്പോൾ വന്നേക്കുന്നത് എന്തിനാ? നമ്മുടെ ആൻസർ എന്ത് ചെയ്യാം? നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സിലേക്ക് പോവാം. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ശരിയാണോ എന്നറിയണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് പോവാം. യെസ്, ഓക്കെ. അപ്പൊ ആദ്യം എന്തായിരുന്നു തന്നത്? ഒരു പാരഗ്രാഫ് ആയിരുന്നു അല്ലെ തന്നത്? ഏതിലെ പാരഗ്രാഫ്? അത് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാരഗ്രാഫ് ആയിരുന്നു അല്ലെ? എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാരഗ്രാഫ് ആയിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താ ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു അല്ലെ? ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ട? എ ഫീനിക്സ് റൈസസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇതൊക്കെയായിരുന്നു ആ ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ബബ്ലു നോ ദ റിയൽ കോസ്റ്റ് ഓഫ് കോട്ടൺ? എങ്ങനെയാണ് ബബ്ലുവിന് ആ കോട്ടന്റെ റിയൽ പ്രൈസ് അറിയാൻ പറ്റുന്നത്? ആ പാരഗ്രാഫിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. എന്താ? ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് ഇൻ ദ കോട്ടൺ യാൺ. കാരണം എന്താ? അവൻ കണ്ടിട്ടുണ്ട് എന്താ അവന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു കോട്ടൺ യാണിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാലും മതി. ഈ സെന്റൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് നിങ്ങളുടേതായ രീതിയിൽ എന്താണ് അവന്റെ അച്ഛൻ കോട്ടൺ യാണിൽ വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ബബ്ലു കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ എന്താണ്? ഒരു മാർക്ക് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Why was Gauri's reaction when Bablu gave her the sanitary napkin pack? അപ്പോൾ എന്തായിരുന്നു ഗൗരിയുടെ റിയാക്ഷൻ? സാനിറ്ററി നാപ്കിൻ പാക്ക് കൊടുത്തപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു? ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ് അല്ലെ? ഗൗരി എന്തല്ല? പ്ലീസ്ഡ് അല്ല. വളരെ സന്തോഷമൊന്നും എന്ത് ചെയ്തില്ല? തോന്നിയില്ല. അത് മാത്രം എഴുതിയാൽ മതി, ഒരു മാർക്ക് കിട്ടി. സെറ്റ്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. യെസ്, ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. Why was Bablu's first attempt to make sanitary napkins unsuccessful? ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ശ്രമം എന്താണ്? സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ശ്രമം എന്തുകൊണ്ടാണ് അൺസക്സസ്ഫുൾ ആയത് എന്നതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? യെസ്, ഏതാണ് ഓപ്ഷൻ? ഡി ആണ് എന്ത് കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ഡി എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മാർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, വാട്ട് ഡു വി ഇൻഫർ അബൌട്ട് ബബ്ലൂസ് നേച്ചർ ഫ്രം ദ പാസേജ് ഗിവൺ അബൌവ്? അപ്പൊ എന്താണ് ബബ്ലുവിന്റെ ഒരു നേച്ചർ നമ്മുടെ പാസേജിൽ നിന്ന് എന്ത് ചെയ്യാ മനസ്സിലാക്കാനുള്ളത്? എന്താണ് ബബ്ലുവിന്റെ നേച്ചർ എന്ന് പറയാം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും? യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് സി ആണ്. എന്താ അതിന്റെ ആൻസർ വരിക? ഹി വാസ് വെരി ഈഗർ ടു ഇന്നോവേറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് അല്ലെ? വളരെ ഈഗർ ആണ്. അതുപോലെ എന്താണ്? വളരെ ടു ഇന്നോവേറ്റ് അല്ലെ ആൻഡ് എക്സ്പെരിമെന്റ് എന്നതാണ് എന്താ അതിന്റെ ആൻസർ വരാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് എന്താ അതിന്റെ ആൻസർ. സെറ്റ്. വളരെ സിമ്പിൾ അല്ലേ ഈ പാസേജ്? ദെൻ അടുത്തൊരു സാധനം നമ്മൾ 9th പഠിക്കുന്ന സാധനമാണ് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. ഇവിടെ ഏതാ മക്കളെ നൗൺ ഫ്രേസ് വരാ? നൗൺ ഫ്രേസ് വരാ? വളരെ സിമ്പിൾ ആണ്. ഏതാണ് നൗൺ ഫ്രേസ് വരാ? ഡിഫറെന്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ. ഇത്രയും മാർക്ക് ചെയ്താൽ നൗൺ ഫ്രേസ് സെറ്റ്. ഓക്കെ, ഇപ്പൊ ഇത്രയും മാർക്ക് ചെയ്താൽ സെറ്റായി, നൗൺ ഫ്രേസ് സെറ്റായി. ദെൻ ബാക്കിയുള്ള ഭാഗം എന്താ? വെർബ് ഫ്രേസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്ത് 5 ക്വസ്റ്റ്യൻ, 5 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി അല്ലേ? ഓക്കെ, ഇനി ബാക്കിയിലേക്ക് പോവാം. യെസ്, ദെൻ നമ്മളെല്ലാം ആഗ്രഹിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ ലൈൻസ് നമ്മൾ ഇന്നലെ ലൈവിൽ പറഞ്ഞു അല്ലെ? സെയിം ലൈൻസ് ആയിരുന്നു അല്ലെ? അപ്പൊ ആ ഒരു ഈ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. യെസ്, ഹൗ ഡസ് ആന്റണി ഡിസ്ക്രൈബ് സീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദ പുവർ? സെയിം. എങ്ങനെയായിരുന്നു സീസറിന്റെ പാവങ്ങളോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് അതിലുണ്ട്. എന്താ? when that the poor have cried Caesar hath wept എന്ന് വെച്ചാൽ എന്തുവാ? പൂവർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സീസറും അവരോടൊപ്പം എന്ത് ചെയ്തു? പങ്കു ചേർന്നു എന്നൊരു ലൈൻ നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്കുള്ളതാണ്. സെറ്റ് അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. യെസ്, ദെൻ അടുത്തത് ഓപ്ഷൻ ഉണ്ട്. ഹൗ ഡിഡ് സീസർ ഫിൽ ദ ജനറൽ കോഫേഴ്സ്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഖജനാവുകൾ അദ്ദേഹം നിറച്ചത്? ഓപ്ഷൻ എ വരുമോ, ബി വരുമോ, സി വരുമോ, ഡി വരുമോ? വളരെ സിമ്പിൾ ആണ്. യെസ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ്. ഏതാ? വിത്ത് ദ റാൻസംസ് ഓഫ് ദി ക്യാപ്റ്റീവ്സ് അല്ലെ? തടവുകാരെ കൊണ്ടുവരുന്ന റാൻസംസ് കൊണ്ട്, മോചന ദ്രവ്യം കൊണ്ട്. സെറ്റ് അല്ലേ? യെസ്, ഓക്കെ, അടിപൊളി. അപ്പൊ 2 മാർക്കായി, സെറ്റായി. ദെൻ വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ആന്റണീസ് റെപ്പിറ്റേഷൻ? ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഓക്കെ, അതെന്താണ് അതിന്റെ ഒരു എഫക്ട് എന്ന് പറയാ? ഇതിനകത്ത് ഏത് വരും? എന്തിനാ ഇങ്ങനെ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അല്ലെ? 3-4 വട്ടം ഇങ്ങനെ പറയും. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതിന്റെ എഫക്ട് എന്താണെന്നാണ് ചോദ്യം. ദാറ്റ്സ് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഏത് വരാം? യെസ്, ദാറ്റ് ഇസ് എ ഐറോണിക് റെപ്പിറ്റേഷൻ. അതായത് എന്താണ്? കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദ ക്ലെയിം ഓഫ് ബ്രൂട്ടസ്. അതായത് ബ്രൂട്ടസിനെ എന്ത് ചെയ്യണം?
എല്ലാവരും ഡൗട്ട് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി അദ്ദേഹം ഐറോണിക്കലായിട്ട് വെർബൽ ഐറണി ആയിട്ടാണ് എന്താ അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക അത് പറയാ. സെറ്റ് അല്ലേ ഓക്കെ. Then 9. What is the poetic device used in the line? Did this in Caesar seem ambitious? Did this in Caesar seem ambitious? ഈ ലൈൻ കറക്റ്റ് ആയിട്ട് ഇന്നലെ ലൈവില് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചതാണ് അല്ലെ. ഇത് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറഞ്ഞു. ഇതെന്തായിരുന്നു? റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. സെറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് എന്തോ 9 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു നമ്മൾ അടിച്ചു പൊളിച്ചു പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി നോക്കാം. യെസ്, നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ. ഫ്രാൻസ് റോമൻസ് കൺട്രിമെൻ എന്ന ഡ്രമാറ്റിക് സ്പീച്ചിന്റെ അപ്രീസിയേഷൻ എഴുതാം. വളരെ സിമ്പിൾ ആണ്. പോയിന്റിന്റെ പേര് ഉൾപ്പെടുത്തുക, തീം എഴുതുക, ബോഡി കണ്ടന്റ് ഉൾപ്പെടുത്തുക, പിന്നെ എന്ത് ചെയ്യാം ലാസ്റ്റ് പോർഷനിൽ എന്ത് ചെയ്യാം പോയറ്റിക് ഡിവൈസസ്, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെറ്റഫർ ഉണ്ട്, വെർബൽ ഐറണി, അതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഉൾപ്പെടുത്തുക, തീർക്കുക. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും 5 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. യെസ്, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാം ആയിരുന്നു. യെസ്, ബാക്കി നോക്കാം. ദെൻ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതില്ലെങ്കിൽ ഈ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. 2 എക്സെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാ? നമ്മുടെ ജൂലിയസ് സീസറിന്റെ പ്ലേയിൽ നിന്നുള്ളതാ. നമ്മുടെ ബ്രൂട്ടസിന്റെയും മാർക്ക് ആന്റണിയുടെയും 2 ഭാഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. രണ്ടുപേരും പറഞ്ഞ കേട്ടോ, ബ്രൂട്ടസ് പറഞ്ഞതും മാർക്ക് ആന്റണി പറഞ്ഞതും. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ബോത്ത് ബ്രൂട്ടസ് ആൻഡ് മാർക്ക് ആന്റണി ടോക്ക് അബൌട്ട് സീസേഴ്സ് ambition and how much they cared for him. Brutus claimed Caesar had to be killed for Rome's welfare, while Antony insists Caesar showed no signs of ambition. അപ്പൊ രണ്ടുപേരുടെ എന്താണ് രണ്ടുപേരും 2 രീതിയിലാണ് പറയുന്നത് അല്ലെ. ബ്രൂട്ടസ് പറഞ്ഞു എന്താണ്? ബ്രൂട്ടസ് എന്താണ് റോമിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താ ആന്റണി അല്ലെങ്കിൽ എന്താണ് സീസറിനെ കൊന്നത്. പക്ഷെ ആന്റണി പറഞ്ഞത് എന്താണ്? സീസർ വാസ് നോട്ട് അംബീഷ്യസ്. സീസർ എന്തല്ലായിരുന്നു? അംബീഷ്യസ് അല്ലായിരുന്നു. അപ്പൊ ഈ ആർഗ്യുമെന്റിൽ നിങ്ങൾക്ക് ഏതാണ് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം നിങ്ങളുടെ റെസ്പോൺസ് എന്ത് ചെയ്യാം ഒരു പാരഗ്രാഫ് ആക്കി എഴുതാം. ഓക്കെ, നമ്മളത് കൂടുതലും കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന ആരായിരിക്കും? മാർക്ക് ആന്റണി ഇതായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ ആ ഒരു റെസ്പോൺസിന് എന്ത് ചെയ്യാം നിങ്ങളുടെ റെസ്പോൺസ് ആക്കി എന്ത് ചെയ്യാം പാരഗ്രാഫ് ആക്കി എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദെൻ അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ വീണ്ടും പാസേജ്. സാർ ഇന്നലെ പറഞ്ഞു 2 പാസേജ് വരും, അതിൽ നിന്ന് എന്ത് ചെയ്യും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ വീണ്ടും പാസേജ് വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജ് ആണ് അല്ലേ. ഓക്കെ, ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനമാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചിട്ടുണ്ട് ഡിജിറ്റൽ റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജ് ആണ്. ഓക്കെ, നോക്കാം. യെസ്, അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഇസ് ഡിജിറ്റൽ റീഡിംഗ് കൺസിഡർഡ് മോർ പോർട്ടബിൾ ദാൻ ട്രഡീഷണൽ റീഡിംഗ്? എന്തുകൊണ്ടാണ് ഡിജിറ്റൽ റീഡിങ്ങിനെ മോർ പോർട്ടബിൾ, ട്രഡീഷണൽ റീഡിങ്ങിനേക്കാൾ കൂടുതൽ പോർട്ടബിൾ എന്ന് പറയാനുള്ള കാരണം? കറക്റ്റ് ആയിട്ട് ആ പാസേജിൽ പറയുന്നുണ്ട്. എന്താ ഇതാ കിടക്കുന്നു? Thousands of books can be stored on a single device, making it easier for readers to carry their entire library wherever they go. Thousands of books can be stored on a single device, making it easier. അതായത് എന്താണ് നമുക്ക് ഒരു ലൈബ്രറി പോകുന്ന പോലെയല്ല, നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം ബുക്സ് എന്ത് ചെയ്യാം ഒരു സിംഗിൾ ഡിവൈസിൽ എന്ത് ചെയ്യാം സ്റ്റോർ ചെയ്യാം അല്ലെ. അതാണ് എന്താ ഒരു ഡിജിറ്റൽ റീഡിങ്ങിന്റെ ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത് മോർ പോർട്ടബിൾ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 1 മാർക്ക് കിട്ടും. സെറ്റ്. അതായത് thousands of books can be stored on a single device. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് എന്ത് ചെയ്യാം നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റ്. ദെൻ നെക്സ്റ്റ്, which of the following statements are not true about digital reading? Which of the following statements are not true? അതായത് എന്താണ് ശരിയല്ലാത്തത് ഏതെന്നാണ് എന്താ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? ഡിജിറ്റൽ റീഡിംഗ് റിക്വയർസ് എ ഫിസിക്കൽ ലൈബ്രറി. ഡിജിറ്റൽ റീഡിംഗ് ഒരു ഫിസിക്കൽ ലൈബ്രറിയുടെ ആവശ്യമുണ്ടോ? വേണ്ട അല്ലേ, അത് തെറ്റാ. ദെൻ ഡിജിറ്റൽ ബുക്സ് ക്യാൻ ബി ക്യാരിഡ് ഈസിലി. അത് ശരിയാണ്, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അത് ശരിയാണ്. ദെൻ ഫോൺ സൈസ് ഇൻ ഡിജിറ്റൽ റീഡിംഗ് ക്യാൻ ബി ചേഞ്ച്ഡ്. അതെന്താണ് ഡിജിറ്റൽ റീഡിംഗിലെ ഫോൺ സൈസ് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും, അതും ശരിയാണ്. ഡിജിറ്റൽ റീഡിംഗ് ഈസ് നോട്ട് പോപ്പുലർ അമംഗ് യങ് റീഡേഴ്സ്. യങ് റീഡേഴ്സിന്റെ ഇടയിൽ എന്തല്ല ഡിജിറ്റൽ റീഡിംഗ് പോപ്പുലർ അല്ലെന്നാണ് പറഞ്ഞത്. അതെന്താ തെറ്റാണ് കേട്ടോ. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എയും ഡിയും ആണ് എന്താ ഫോൾസ്. അപ്പൊ ഏതാ എയും ഡിയും ഫോൾസ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഇതാ കിടക്കുന്നു ബി ഓപ്ഷൻ. ബി, അതായത് സെക്കൻഡ് ഓപ്ഷൻ എഴുതിയവർക്കാണ് 1 മാർക്ക്. സെറ്റ്. വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് എൻഹാൻസ് അതെന്ത് ഇൻക്രീസ് ചെയ്യുക ഡിജിറ്റൽ റീഡിംഗ് എക്സ്പീരിയൻസിനെ കൂട്ടുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നാണ് എന്താ അടുത്ത ചോദ്യം. ഓക്കെ, സെറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമായിരുന്നു. ഓക്കെ, അതിൽ തന്നെ ഉണ്ട് പാസേജില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതാ കിടക്കുന്നു adjustable font sizes, built-in dictionaries and text-to-text speech options, okay, which enhance the reading experience for many users. അല്ലേ, ഇതൊക്കെയാ അഡ്ജസ്റ്റബിൾ ഫോൺ സൈസസ്, ബിൽഡ് ഇൻ ഡിക്ഷണറീസ്, ടെക്സ്റ്റ് ടു സ്പീച്ച് ഓപ്ഷൻസ് എല്ലാം പാസേജിൽ ഉണ്ട് കേട്ടോ. അത് ഡയറക്റ്റ് അങ്ങ് എന്ത് ചെയ്താൽ മതി, എടുത്ത് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി കൺസേൺസ് റിലേറ്റഡ് ടു ഡിജിറ്റൽ റീഡിംഗ്? അപ്പൊ എന്താണ് താഴെ ഡിജിറ്റൽ റീഡിംഗുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺസ് ഏതൊക്കെയാണ് കേട്ടോ. കൺസേൺസ് ഏതൊക്കെ വരും? എ ബി സി. അപ്പൊ എ ബി സി ആണ് എന്താ
കൺസേൺസ് പറയട്ടോ. A, B and C are the concerns. Okay, A, B and C are the concerns. Okay, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എഴുതിയവർക്ക് 1 മാർക്കാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പാസേജിലെ ക്വസ്റ്റ്യൻസും സെറ്റ് ആക്കി. ഓക്കെ, ഇതുവരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇപ്പൊ ഒരു പാരഗ്രാഫ് വന്നു, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ബ്രൂട്ടസിന്റെയും, കാരണം എന്താണ് മാർക്ക് ആന്റണിയുടെ ആ ഒരു പോർഷൻ ആയിരുന്നു അല്ലെ, അത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ റെസ്പോൺസ് അവിടെ എഴുതിയാൽ മതി പാരഗ്രാഫ് ആയിട്ട്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ ആണ്. അതായത് എന്താ, റിവ്യൂ എഴുതാൻ അല്ലെ. An old man with a very old man with enormous wings. ഇന്നത്തെ ക്ലാസ്സിൽ ലൈവിൽ നമ്മൾ പറഞ്ഞതാണ് ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിലെ റിവ്യൂ എഴുതാനായിരുന്നു ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹിൻസും തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാ, ഒന്ന് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാ, അതിന്റെ റിവ്യൂ എഴുതാം. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റിവ്യൂ എഴുതാൻ വേണ്ട, റിവ്യൂ എഴുതാൻ വേണ്ടെങ്കിൽ അതിനേക്കാളും അടിപൊളി ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ട്. ഏതാ, റൈറ്റ് അപ്പ്. റൈറ്റ് അപ്പിന് ഒരു ടോപ്പിക് ഉണ്ട്, ടോപ്പിക്കിനെ പിടിച്ച് എന്ത് ചെയ്യാ, ഹെഡിങ് ആക്കിയിട്ട് എന്ത് ചെയ്തോ, റൈറ്റ് അപ്പ് എഴുതിക്കോ. ക്ലാസ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കൊടുത്താൽ എന്ത് ചെയ്യാ, ഒരു അടിപൊളി റൈറ്റ് അപ്പ് എന്ത് ചെയ്യാ എഴുതാം. ഒന്നെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാ, റൈറ്റ് അപ്പ് എഴുതാം കേട്ടോ. റൈറ്റ് അപ്പിനും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പെൽമാറ്റ് ചാപ്റ്ററിൽ നിന്നാണ് എന്താ റൈറ്റ് അപ്പ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അവർ കണ്ടന്റ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഹിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, ഒരു അടിപൊളി റൈറ്റ് അപ്പ് അവിടെ എഴുതാം. ഓക്കെ, ഫോർമാറ്റ് ഒക്കെ കീപ്പ് ചെയ്യാം, ടൈറ്റിൽ ഒക്കെ വെക്കുക, സെറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന അടുത്ത ചോദ്യം അല്ലെ, ക്യാരക്ടർ സ്കെച്ച്. നമ്മളെപ്പോഴും ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള അത് തന്നെയായിരുന്നു അല്ലെ. ദാറ്റ്സ് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ലൈവിൽ മിസ് പറഞ്ഞ അതേ സെയിം ക്യാരക്ടർ സ്കെച്ച് അല്ലെ. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് എന്താ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാ, ഡിസ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യാ, അടിപൊളി എന്ത് ചെയ്യാ, ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതാം കേട്ടോ. ഓക്കെ, സെറ്റ്. 6 മാർക്കാണ്. ദെൻ അത് എഴുതാൻ പറ്റില്ല എങ്കിലുണ്ട് അടിപൊളി അടുത്ത ക്വസ്റ്റ്യൻ, ഇമെയിൽ. ഓക്കെ, ആർക്ക് ഇമെയിൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്, ശ്രീ അരുണാചലം മുരുകാനന്ദത്തിന് എന്ത് ചെയ്യാ, ഒരു ഇമെയിൽ എഴുതാം. ഓക്കെ, അദ്ദേഹത്തിന്റെ എന്താണ് വുമൺ എംപവർമെന്റിന്റെ എഫേർട്സിനെയൊക്കെ എന്ത് ചെയ്യുക, കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇമെയിൽ എഴുതാം. ഇമെയിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഫ്രം വെക്കുക, ടു വെക്കുക, സബ്ജക്ട് വെക്കുക, സർ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഫ്രം വെച്ചില്ലെങ്കിൽ ടു വെച്ച് എഴുതിയാലും മതി കേട്ടോ. ഫ്രം നിർബന്ധമല്ല, ടു വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സബ്ജക്ട് ഒക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ, സിമ്പിൾ ആണ്. യെസ്, ബാക്കി നോക്കാം. 17th. യെസ്, സ്പീച്ച് ആണല്ലേ. കുറെ പേരൊന്നും സ്പീച്ച് എക്സ്പെക്ട് ചെയ്ത് കാണില്ല, കുറച്ച് പേരൊക്കെ എന്ത് കാണും, പ്രതീക്ഷിച്ച് കാണും. സെയിം ഒരു അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. സ്പീച്ച് തയ്യാറാക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പെക്ടഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, തുടങ്ങാം. അതായത് ശ്രീകാന്ത് ബൊല്ല, എ സോഷ്യൽ ഓൺട്രപ്രണർ, delivers his speech at a school for the differently abled on 3 December. അതായത് എന്താണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ആ ഒരു ദിവസത്തിന്റെ അന്ന് നമ്മുടെ ശ്രീകാന്ത് ബൊല്ല എന്ത് ചെയ്യാണ്, ഒരു സ്പീച്ച് ഡെലിവറി ആണ്. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനെ കുറിച്ച്, പെർസീവിയറൻസ്, ഡിറ്റർമിനേഷനെ കുറിച്ചാണ് എന്താ സംസാരിക്കാം. അപ്പൊ ആ ഒരു സ്പീച്ച് എന്ത് ചെയ്യാം, നമ്മള് ശ്രീകാന്ത് ബൊല്ലയാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഒരു സ്പീച്ച് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ അതിനും എത്ര മാർക്കാണ്, 6 മാർക്കാണ് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പൊ എന്താണ് ആ ഒരു സ്പീച്ച്, ആ ഒരു ഫോർമാറ്റ് ഒക്കെ കീപ്പ് ചെയ്യുക. അത് റെസ്പെക്ടഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞായിരിക്കില്ല, കാരണം എന്താണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ഓൺ 3 December. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, കാരണം റെസ്പെക്ടഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, കാരണം സ്കൂളിലല്ലേ, പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് തുടങ്ങുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് ഒരു താങ്ക് യു കൂടെ വയ്ക്കുക. സെറ്റ്. യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു, സ്പീച്ച് ഒക്കെ അല്ലേ. കാരണം ആ ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ എന്ത് ചെയ്തത്, ഓവർകം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ, സെറ്റ്. അടുത്തത് ന്യൂസ് റിപ്പോർട്ട് ആയിരുന്നു. ന്യൂസ് റിപ്പോർട്ട് ഒരു സിംഗപ്പൂർ ഫ്ലാഗഡ് കണ്ടെയ്നർ ഷിപ്പ് അല്ലെ, ക്യാരിങ് ഹസാർഡസ് മെറ്റീരിയൽസ് കോട്ട് ഫയർ ഓഫ് ദി കോസ്റ്റ് ഓഫ് കേരള. എന്താണ്, കേരളത്തിൽ വെച്ചൊരു അപകടം ഉണ്ടായി അല്ലെ. സിംഗപ്പൂർ ഫ്ലാഗഡ് കണ്ടെയ്നർ ഷിപ്പിന് എന്ത് ചെയ്തു, അപകടം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ഹിൻസ് തന്നിട്ടുണ്ട്. എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഒരു ന്യൂസ് റിപ്പോർട്ട്, പത്രവാർത്ത തയ്യാറാക്കാനായിരുന്നു ചോദ്യം. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു കോഡ് പഠിച്ചു, HBDB. ഹെഡ്ലൈൻ വേണം, ബൈലൈൻ വേണം, ഡേറ്റ് ലൈൻ വേണം, ബോഡി വേണം. ഡേറ്റ് ലൈനകത്ത് പ്ലേസും ഡേറ്റും വേണം. അപ്പൊ ഈ ഫോർമാറ്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ പത്രവാർത്ത എഴുതാം. പത്രവാർത്ത എഴുതുമ്പോൾ വാട്ട്, വെയർ, വൈ, ഹൗ, വെന്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ്. ദെൻ 80th ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. Spellman's memory is classified as a survival testimony. Prepare a paragraph on the reasons why it is classified as such. Testimonies enhance our understanding of the world, making it a better place to live in. അതായത് നമ്മുടെ സ്പെൽമാന്റെ മെമ്മർ ഏതാ, ഇന്ത്യ ആറ്റിക് എന്ന് പറഞ്ഞൊരു സർവൈവൽ ടെസ്റ്റിമണി ആണല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു സർവൈവൽ ടെസ്റ്റിമണീസ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വേൾഡിനെ കുറിച്ചുള്ള, ലോകത്തെ കുറിച്ചുള്ള എന്താണ് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതെങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് അല്ലെ. ഇന്ത്യ ആറ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനായിരുന്നു എന്താ
18-ലെ A ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യം, കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണല്ലേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക, ആ ഒരു റീസൺസ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുക. ആ പാരഗ്രാഫിൽ അതിനകത്ത് വേണ്ട കാര്യം എന്താ, ആ ഒരു റീസൺസ് ആണ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, why it is classified as and how such testimonies enhance our understanding of the world. അപ്പൊ ആ ഒരു ടെസ്റ്റിമണി, അപ്പൊ നമ്മുടെ ആറ്റിക് എന്ന് പറയുന്ന ഒരു മെമ്മറി നമ്മൾ വായിക്കുമ്പോൾ കുറെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് ലോകത്തെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു റീസൺസിനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലോകത്തെ കൂടുതൽ എന്ത് ചെയ്യാം, ബെറ്റർ പ്ലേസ് ആക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ദെൻ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാർ ഉറപ്പായിട്ടും പറഞ്ഞു ഈ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ. എന്താ, ദാറ്റ് ഈസ് അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ്. യെസ്, അല്ലെ, നമ്മുടെ ആഡ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സോങ്ങോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രൈസോ അതിനെയൊക്കെ വിളിക്കുന്ന പേരെന്താ, അതിനെ വിളിക്കുന്ന പേരെന്താ, അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ്. പക്ഷെ ഇവിടെ പറഞ്ഞൊരു റിതമിക് സെന്റൻസ് എന്നാ പറയുന്നത്, ഒരു റിതമിക് സെന്റൻസ് എന്നാ പറയുന്നത്. അപ്പൊ എന്തിനെ കുറിച്ച് അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ഉണ്ടാക്കാനുള്ള, നോക്കിയേ, ദ എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ലോഞ്ചിങ് ബയോഡിഗ്രേഡബിൾ പെൻസ് ദാറ്റ് കണ്ടെയ്ൻ സീഡ്സ്. അല്ലെ, എന്താണ്, ബയോഡിഗ്രേഡബിൾ പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കോ ക്ലബ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിതമിക് ആയിട്ടുള്ള എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് 2 എണ്ണം. അതായിരുന്നു ഏറ്റവും കൂടുതൽ എളുപ്പം ആ ഒരു പാരഗ്രാഫിനേക്കാളും കേട്ടോ. കുറെ പേര് എന്ത് ചെയ്താണ്, ഇത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യാം, എഴുതിയിരിക്കുക അല്ലെ, അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുക, എഴുതിയിരിക്കുക. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് ആയിരുന്നു എന്താ, സിമ്പിൾ അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം, റൈറ്റ് ആൻഡ് ഗ്രോ. സിമ്പിൾ ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ പറഞ്ഞുതരാം, റൈറ്റ് ആൻഡ് ഗ്രോ, let the future glow. സിമ്പിൾ, അടിപൊളിയല്ലേ, റൈറ്റ് ആൻഡ് ഗ്രോ, ലെറ്റ് ദ ഫ്യൂച്ചർ ഗ്ലോ. ഓക്കെ, അത് അടിപൊളി ഒരു അഡ്വർടൈസ്മെന്റ് ജിംഗിൾ ആണ് കേട്ടോ. ഇതേപോലെ നല്ല റിതമിക് ആയിട്ടുള്ള 2 എണ്ണം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാനായിരുന്നു എന്താ ക്വസ്റ്റ്യൻ. ദെൻ യെസ്, ബയോഗ്രഫിക്കൽ സ്കിറ്റ്സ്. പ്രൊഫൈൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ്, പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ആര് വന്നു, ബയോഗ്രഫിക്കൽ സ്കെച്ച് വന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ഈ ഡീറ്റെയിൽസിനെ ഡെവലപ്പ് ആക്കി എന്ത് ചെയ്താൽ മതി, ബയോഗ്രഫിക്കൽ സ്കെച്ച് എഴുതിയാൽ മതി. ഇത് ആരെക്കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ സ്കെച്ച് ആയി ചോദിച്ചേക്കുന്നത്, ആരെക്കുറിച്ചുള്ളതാ, യെസ്, ശ്രീകാന്ത് ബൊല്ലയുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ആണ് കേട്ടോ. ടൈറ്റിൽ കൊടുത്തിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ വേണ്ട, ഇവിടെ ആരുണ്ട്, ശ്രീകാന്ത് ബൊല്ല എന്നുണ്ട് കേട്ടോ. ഓക്കെ, ശ്രീകാന്ത് ബൊല്ലയെ കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ സ്കെച്ച് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് എഴുതുക. അതായിരുന്നു എന്തോ ക്വസ്റ്റ്യൻ. എത്ര മാർക്കാ, 6 മാർക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യുക, ഇനി പ്രൊഫൈൽ ഒന്നും ഇല്ല, ബയോഗ്രഫിക്കൽ സ്കെച്ച് ആയിരിക്കും കേട്ടോ. ഓക്കെ, പ്രൊഫൈൽ വരും. ഓക്കെ, സാറിന് പറഞ്ഞു പ്രൊഫൈൽ ഇല്ല. ഓക്കെ, പ്രൊഫൈലും വരും, ബയോഗ്രഫിക്കൽ സ്കെച്ചും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. ആ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്ത് എന്താ മതി, അത് എഴുതിയാൽ മതി കേട്ടോ. ബയോഗ്രഫിക്കൽ സ്കെച്ച് ശ്രീകാന്ത് ബൊല്ല, അദ്ദേഹത്തിന്റെ എന്താണ് ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ഇത് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ത് ചെയ്യാം. ഓക്കെ, സെറ്റ്. ടെക്സ്റ്റിലുള്ള സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അരുണാചലം മുരുകാനന്ദന്റെ കണ്ടല്ലേ, അതേപോലെ ആരുടെ ചോദിച്ചു, ശ്രീകാന്ത് ബൊല്ലയുടെ ചോദിച്ചു. ഓക്കെ, സെറ്റ്. യെസ്, അടുത്തത് വീണ്ടും അടിപൊളി സാധനം, ഇവന്റ് ഇൻവിറ്റേഷൻ. ഓക്കെ, ഇവന്റ് ഇൻവിറ്റേഷൻ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ദ സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ മോട്ടിവേഷണൽ ടോക്ക് ബൈ ശ്രീകാന്ത് ബൊല്ല ആസ് എ പാർട്ട് ഓഫ് ദി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. അപ്പൊ എന്താണ്, നമ്മുടെ സ്കൂള് ഒരെന്താണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു മോട്ടിവേഷണൽ ടോക്ക്, ശ്രീകാന്ത് ബൊല്ലയുടെ മോട്ടിവേഷണൽ ടോക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അതിൽ എന്തൊക്കെ വേണമെന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവന്റ് മെയിൻ എന്താണ്, ടൈം വേണം, വെന്യൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താം. നമ്മൾ എന്താണ് അത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഒരു ഈവന്റ് ഇൻവിറ്റേഷന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഓക്കെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റ് ഒക്കെ കീപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ആ ഈവന്റ് ഇൻവിറ്റേഷൻ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ഈവന്റ് ഇൻവിറ്റേഷനാ, വേറെ ആർക്കും അയക്കാനുള്ള, അടുത്തുള്ള സ്കൂളുകളിലേക്ക് അയക്കാനുള്ള ഈവന്റ് ഇൻവിറ്റേഷൻ ആണ് കേട്ടോ. അത് അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്, വേറൊരു ആൾക്ക് അയക്കാനുള്ളതല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പം അടുത്തുള്ള സ്കൂളുകളിലേക്ക് അയക്കാനുള്ള ഇൻവിറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ ഓക്കെ, വീണ്ടും read the passage given below and frame 4 appropriate questions based on it. അല്ലെ, ഈ പാസേജ് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഈ പാസേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കിയിരിക്കണേ. ഓക്കെ, എങ്കിലേ മാർക്ക് കിട്ടോളെ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ ആ ഒരു പാസേജുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, 4 ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു പാസേജ് നന്നായിട്ട് വായിച്ചു നോക്കുക, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇത് ഏതിലെ പാസേജ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതിലെയാ, ഇന്ത്യ ആർട്ടിക്കിലെ പാസേജ് ആണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, വായിച്ചിട്ട് എന്ത് ചെയ്യാം, 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഉണ്ടാക്കുക കേട്ടോ. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് ഉണ്ടാവും, 4 മാർക്കും കിട്ടും. ഓക്കെ, സെറ്റ്.
യെസ്, അടുത്തത് വീണ്ടും ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പിറകെ വരുന്നുണ്ട്. യെസ്, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫേർഡ് ബൈ ഗ്രീൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്? എന്താണ് ഗ്രീൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫർ ചെയ്യുന്ന പൊസിഷൻ? എന്താ അത്? യെസ്, പ്രോജക്ട് കോർഡിനേറ്റർ. പ്രോജക്ട് കോർഡിനേറ്റർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാം? എത്ര മാർക്കാണ് കിട്ടുന്നത്? 1 മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? പ്രോജക്ട് കോർഡിനേറ്റർ. ദെൻ അടുത്തത് 23 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ ദ ജോബ്? ഇതില്ല, അല്ലെങ്കിൽ ഈ ഒരു ജോബിന്, പ്രോജക്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ജോബിന് ഒരു റിക്വയർമെന്റ് അല്ലാത്തത് ഏതാണ്? ഈ ഒരു ഓപ്ഷൻ അല്ല. ഏതാ? ഏത് വരും? യെസ്, ഡ്രൈവിംഗ് സ്കിൽസ് അല്ലെ. ഡ്രൈവിംഗ് സ്കിൽസ് എന്താ? വേണ്ട. ഡ്രൈവിംഗ് സ്കിൽസ് എന്ന ഓപ്ഷൻ ആണ് വരിക. കാരണം എന്താണ്? ഇവിടെ ഡ്രൈവിംഗ് സ്കിൽസ് ഒന്നും ഇല്ല അല്ലെ. പിന്നെ ഏതൊക്കെയാ വരുന്നത്? ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. പക്ഷെ വേണ്ടാത്ത ഏതാ? നോട്ട് എ റിക്വയർമെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണമെന്ന് സാർ ഇന്നലെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നോട്ട് എ റിക്വയർമെന്റ് ചോദിക്കുമ്പോൾ എന്താ? ഡ്രൈവിംഗ് സ്കിൽസ് ആണ്. ഓക്കെ, സെറ്റ്. Then what is the policy of green tech solutions with regard to employment? അപ്പോൾ എംപ്ലോയ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഗ്രീൻ ടെക് സൊല്യൂഷൻസിന്റെ പ്രധാന പോളിസി എന്താണെന്ന് നോക്കാം. അതേപോലെ എന്താ അഡ്വർടൈസ്മെന്റിൽ എടുത്താ നടക്കുന്നു? ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കാൻഡിഡേറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, കാസ്റ്റ് ഓർ എത്നിസിറ്റി. ഓക്കെ, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓൾ കാൻഡിഡേറ്റ്സ്, അതായത് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? ഓപ്പൺ ടു ഓൾ കാൻഡിഡേറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, കാസ്റ്റ് ഓർ എത്നിസിറ്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 1 മാർക്ക് കിട്ടുകയാണ്. സെറ്റ്. അടുത്തത്, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത 25th ക്വസ്റ്റ്യൻ ആണ്. വേർ ഷുഡ് ദ ആപ്ലിക്കേഷൻസ് ബി സെൻഡ് ടു? എവിടേക്കാണ് ഈ ആപ്ലിക്കേഷൻസ് അയക്കുക? എവിടേക്കാ? യെസ്, ഇവിടെ ഉണ്ട്. ആപ്ലിക്കേഷൻ അയക്കേണ്ട സ്ഥലം, ആപ്ലിക്കേഷൻ അയക്കേണ്ട സ്ഥലം നടക്കുന്നു. പോസ്റ്റ് ഓഫീസ് 445 ആ സ്ഥലമാണ് കാഠ്മണ്ഡു. ഓക്കെ, കാഠ്മണ്ഡുവിൽ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ബോക്സ് 445 കാഠ്മണ്ഡു എന്നാണ് എന്താ ആ എ ഓപ്ഷൻ ആണ് എന്താ 25-ന് വരാം കേട്ടോ. പോസ്റ്റ് ബോക്സ് ആ ഒരു എ ഓപ്ഷൻ കേട്ടോ, അത് എഴുതിയാൽ മതി. ഓക്കെ, അത് എഴുതിയാൽ എന്താ വീണ്ടും 1 മാർക്ക് എന്ത് ചെയ്തു? സെറ്റായി. ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ നോക്കാം. ഹു വിൽ ബി കോൺടാക്റ്റഡ് ബൈ ദ കമ്പനി ഫോർ ഫർദർ അസസ്മെന്റ്? അപ്പൊ വീണ്ടും ഫർദർ അസസ്മെന്റ് ആയിട്ട് കമ്പനി കോൺടാക്ട് ചെയ്യുന്ന ആരേക്കായിരിക്കും കോൺടാക്ട് ചെയ്യുക? നടക്കുന്നു. ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കോൺടാക്റ്റഡ്. ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കോൺടാക്റ്റഡ്. നേരത്തെ ആൻസർ കണ്ടില്ലെന്ന് വിചാരിക്കില്ല കേട്ടോ, അവിടെ ഉണ്ട്. പോസ്റ്റ് ബോക്സ് 445 കാഠ്മണ്ഡു കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. അതിൽ ഏത് വരും? എ അല്ല, ബി ആണോ? അല്ല, സി അല്ല, ഇതാ നടക്കുന്നു. ഡി ആണ് കേട്ടോ ആൻസർ വരാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആൻസർ കിട്ടി? ഇവിടെ ഏതാ? പ്രോജക്ട് കോർഡിനേറ്റർ ആണ്. ഇവിടെ ഏത് വരും? ഡ്രൈവിംഗ് സ്കിൽസ് ആണ്. അതുപോലെ പോളിസി പറഞ്ഞു. ഇവിടെ പോസ്റ്റ് ബോക്സ് ആണ്. ഇവിടെ ഏതാ വരാ? യെസ്, ഡി ഓപ്ഷൻ. സെറ്റ്, അടിപൊളി. ഓക്കെ, അപ്പൊ ദെൻ അടുത്തതിലേക്ക് പോവാം. എഡിറ്റിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരുന്നു, ഒരു പ്രശ്നമില്ല, വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. എഡ്യൂക്കേഷൻ എംപവർ എന്ന് വരോ? ഇല്ല, പിന്നെ എന്തേ വരൂ? എംപവേഴ്സ്. ഓക്കെ, എംപവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു എസ് അവിടെ ചേർത്താൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ എന്തിനാണ് ഇവിടെ പാസ്റ്റ് ആക്കി വെക്കുന്നത്? നീഡഡിന്റെ ആവശ്യമുണ്ടോ? നീഡഡ് ഒക്കെ തെറ്റല്ലേ? വേണോ നീഡഡ്? വേണ്ട, നീഡ്. ഓക്കെ, നീഡാണ് കറക്റ്റ്. അവിടെ നീഡെന്ന് മാത്രം മതി. ഓക്കെ, നീഡഡ് ഒന്നും വേണ്ട. ദെൻ പിന്നെ ഇവിടെ തെറ്റ്. യുവർ സെൽഫ് try to find solutions to social jobs and create jobs for yourself എന്ന് പറയും അവിടെ. ഇല്ല, ആ ഒരു പാസ് ചെയ്യുന്ന മീനിങ് വെച്ച് യുവർ സെൽഫ് എന്ന് പറയില്ല, പകരം യെസ് വരട്ടെ, അവർ സെൽഫ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ യുവർ സെൽഫിന് പകരം ചേർക്കേണ്ട ഏതാ? അവർ സെൽഫ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ യുവർ സെൽഫിന് പകരം അവർ സെൽഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 1 മാർക്കാണ്. വളരെ സിമ്പിൾ. ഓക്കെ, ദെൻ കൺവേർട്ട് ഓൾ പ്രോബ്ലം അല്ല, പിന്നെന്താ? ഓൾ അല്ല അവിടെ വരാം, പിന്നെന്താ അവിടെ വരാം? ദാറ്റ് ഈസ് എവരി പ്രോബ്ലം. ഓളിന് പകരം അവിടെ തിരുത്തേണ്ടത് എന്തായിരുന്നു? എവരി പ്രോബ്ലം ആയിരുന്നു അല്ലെ. കുറച്ച് പേർക്കൊക്കെ അവിടെ കുറച്ച് ഡൗട്ട് വന്ന് കാണും. ഓൾ എങ്ങനെ മാറ്റും? കൺവേർട്ട് എ പ്രോബ്ലം എന്നാക്കിയാലോ? എ ഒന്നും അല്ല കേട്ടോ, അവിടെ എന്താ? എവരി പ്രോബ്ലം എന്നാണ്. കൺവേർട്ട് എവരി പ്രോബ്ലം. ഓക്കെ, സെറ്റപ്പ്. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ തിരുത്താൻ. അല്ല, സോറി, 2 ഉണ്ട്. ബിക്കെയിം സൊല്യൂഷൻ. ബിക്കെയിം അല്ല, ബിക്കാം. ഓക്കെ, ബിക്കം എന്നാക്കിയാൽ മതി കേട്ടോ. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ. ഇതെല്ലാവരും ശരിയായി കാണും. ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞതാണ് അല്ലെ. എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആക്കി എന്ത് ചെയ്യാന്ന് പറഞ്ഞല്ലേ. എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ദാറ്റ് ഈസ് ENTREPRENEURS. ഓക്കെ, അതായിരുന്നു എന്താ? എന്റർപ്രണേഴ്സിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, സെറ്റ്.
യെസ്. അപ്പോൾ ബാക്കി നോക്കാം അല്ലേ. അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ആക്കി. ഓക്കെ, ഇനി ബാക്കി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പാരഗ്രാഫ് ഫിൽ ചെയ്യാനായിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രേസൽ വെർബ്സ് എന്ത് ചെയ്തിട്ടുള്ളൂ, ചോദിച്ചുള്ളൂ. ഗിവ് അപ്പ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാൻ ഓക്കെ, ബബ്ലു വാസ് വറീഡ് ദാറ്റ് ഗൗരി മൈറ്റ് ഇതിനകത്ത് ഏത് ഫ്രേസൽ വെർബാ മൈറ്റ് കഴിഞ്ഞിട്ട് വരാം? ഏതാ? ടേക്കൺ എ ബാക്ക് അല്ലേ. ടേക്കൺ എ ബാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ടേക്കൺ എ ബാക്ക് അല്ല, പിന്നെ ഏതാ വരാ? കം ഡൗൺ ആണ് ഇവിടെ വരാം. അപ്പൊ എയിൽ വരാ കം ഡൗൺ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് സെറ്റ്. ദെൻ ഇഫ് ഷി ഡാഷ് യൂസിങ് ഡേർട്ടി റാക്സ്, വീണ്ടും എന്താണ് ആ ഒരു ഡേർട്ടി റാക്സ് ഉപയോഗിക്കുന്നത്, തുടരുകയാണെങ്കിൽ അല്ലെ. ഇവിടെ ഗോ ഓൺ അല്ല എഴുതാം, ഗോ ഓൺ തന്നെയാണ് വരിക, പക്ഷെ അതിന്റെ ടെൻസ് മാറ്റമുണ്ട്. പകരം വെന്റ് ഓൺ എന്ന് തന്നെ എഴുതുക. ഗോ ഓൺ അല്ല, വെന്റ് ഓൺ ആണ്. ഓക്കെ, സെറ്റ്. അവിടെ വെന്റ് ഓൺ എന്ന് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, സെറ്റ്. ദെൻ ബാക്കി എന്താ? he was dashed by the exorbitant price. he was എന്താണ്? സർപ്രൈസിന് പകരം ഏതാ വരിക? യെസ്, taken aback. ഓക്കെ, taken aback എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 1 മാർക്ക്. ദെൻ ബബ്ലു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്, അതിന് പകരം ഏതാ വരിക? യെസ്, സെറ്റ് അപ്പ്. ദെൻ ബാക്കി although his family and friends advised him to, എന്തോ അവർ അഡ്വൈസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ എന്ത് വരും? യെസ്, ഗിവ് അപ്പ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ആക്ടിവിറ്റി ആയിരുന്നു ഗിവ് അപ്പ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ദെൻ ബാക്കി 29th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. വീണ്ടും ഗിവിംഗ് ബർത്ത് ടു ചൈൽഡ് ഈസ് എ ഹാപ്പിയസ്റ്റ് തിങ്. ഇതിനകത്ത് ഏത് വരും? ഏത് പ്രപ്പോഷനാ വരാ? യെസ്, for every married couple. When I was born without, yes. പിന്നെ ഏതാ ബിയിൽ വരാ? Without, yes. Then society saw me as a burden. അത് പറയുമ്പോൾ തന്നെ കിട്ടുന്നല്ലേ, a burden. Yes, a burden. Yes. Then but my parents showered on me. In me അല്ല, on me ആണ് ഇവിടെ വരാ. Yes, on me immense love and care. They felt they were the richest couple dash the world. Yes. അവിടെ എന്ത് ചെയ്യാം? In the world. Set. Then എന്ത് ചെയ്യാം? അടുത്തത് എന്താ? I consider myself dash the luckiest person. Okay, സെറ്റ് അല്ലേ? ഇതുവരെ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം 29 ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 29 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആയി. ദെൻ 30th ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞു ഇഫ് ക്ലോസും ഹാഡ് ബെറ്റർ ഒക്കെ വരിക എന്താണ്, ഇതേപോലുള്ള കോൺവെർസേഷൻസിലാണെന്നല്ലേ. ഓക്കെ, നോക്കാം. ദ സ്പൈഡർ വുമൺ ഷോ ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ക്രൗഡ്സ്. The spider woman's show is attracting huge crowds. ഒരു കോമ ഉണ്ട്, ഒരു ഡാഷ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അവിടെ എന്താ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ഇങ്ങനെ വരാം ഈസ് ഇൻ ഷീ. ഓക്കെ, സെറ്റ്. ഈസ് ഇൻ ഷീ ആണ് കേട്ടോ. അപ്പൊ ഈസ് ഇൻ ഷീ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടും. ദെൻ യെസ് ദ അഡ്മിഷൻ ഫീസ് ലെസ് സീറ്റ് ടു ഹവ് ഈസ് ലെസ് ദാൻ അവേഴ്സ് എന്ന് പെലയോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് ഈ പെലയോടെ മറുപടിയാണ്. പീപ്പിൾ ഫൈൻഡ് ഹർ മോർ ഇൻട്രസ്റ്റിംഗ് because they can ask her questions and understand her story. Okay, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? എലിസന്റെ ചോദിക്കണം അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു പീപ്പിൾ ഫൈൻഡ് ഹർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഹർ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹർ സ്റ്റോറി. ഇത് മറ്റേ സ്പൈഡർ വുമണെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അപ്പൊ അതിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം? WH ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? യെസ് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. വൈ ഡു പീപ്പിൾ ഫൈൻഡ് ഹർ more interesting അല്ലെ. why do people find her more interesting എന്നുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? അവിടെ ചേർക്കുക കേട്ടോ. ഓക്കെ, സെറ്റ്. why do people find her more interesting. ഓക്കെ, then വീണ്ടും പറഞ്ഞു, നമ്മൾ സ്ഥിരം പറഞ്ഞ ലൈവിലൊക്കെ തകർത്ത സാധനം ഹാഡ് ബെറ്റർ അല്ലെ. ലെറ്റ്സ് ഫോക്കസ് മോർ ഓൺ ഓൾഡ് മാൻ. വി ഹാഡ് ബെറ്റർ അവിടെ എന്ത് ചേർക്കാം? കാരണം ദ സ്റ്റെഞ്ച് എന്ന് പറയുന്നത് എവിടെയുള്ള സ്റ്റെഞ്ചാ അല്ലെ, ആ ഒരു കൂപ്പിലുള്ള. അപ്പൊ എന്ത് ചെയ്യണമായിരിക്കും? വി ഹാഡ് ബെറ്റർ ക്ലീൻ ദ കൂപ്പ്. ഇവിടെ ക്ലീൻഡ് എന്നൊക്കെ എഴുതിയാൽ തെറ്റാണ്. കാരണം ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ V1 ഫോമേ ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് തവണ പറഞ്ഞ സാധനമാണ്. ഓക്കെ, അത് കഴിഞ്ഞു. വീണ്ടും സാർ പറഞ്ഞ സാധനം വീണ്ടും വന്നു. ഇഫ് ക്ലോസിന്റെ 3rd കണ്ടീഷൻ, ഇഫ് യു ഹാഡിൻ സ്പെൻഡ് ഓൾ ദ മണി അല്ലെ. ഹാഡ് പ്ലസ് V3 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഹാഡിൻഡ് സ്പെൻഡ് ഓൾ ദ മണി വി ഏൺഡ് ഓൺ ദ ഹൗസ്. ഓക്കെ, ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ ഇവിടെ എങ്ങനെ ഫിൽ ചെയ്യാം? വുഡ് ഹാവ് പ്ലസ് എന്തെങ്കിലും ചേർക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതാം we should have renovated the coop. കൂപ്പെന്നോ കൂപ്പിന് പകരം എന്താ ഇറ്റ് എന്ന് എഴുതിയാലും മതി കേട്ടോ.
വി ഷുഡ് ഹാവ് റിനോവേറ്റഡ്. കാരണം ഇതേ ഫോമിൽ തന്നെ വരണമെങ്കിൽ എന്താവും? ഇഫ് ക്ലോസിന്റെ തേർഡ് കണ്ടീഷൻ ആവട്ടെ, വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3. ആ ഒരു ഫോമാറ്റ് ഈ സെന്റൻസ് തന്നെ എഴുതണം എന്നില്ല. ഇത് ഐഡിയ വരുന്ന വേറെ എന്തെങ്കിലും ഈ ഒരു സ്ട്രക്ചറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു മാർക്ക് കിട്ടും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വുഡ് ഹാവ്, ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബിന്റെ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റ്. അത്രയും സെറ്റ് ആയി. ദെൻ ഇവിടെയാണ്, ഇവിടെ എന്താ ഫിൽ ചെയ്യാനുള്ള? നോ റിഗ്രറ്റ്സ് അറ്റ് ഓൾ ഫോർ കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കോർട്ട്യാർഡ്. എന്തോ പെലയോ ചോദിച്ചു, അതിനുള്ള എലിസന്റയുടെ റിപ്ലൈ ആണ് അത്. ഓക്കെ, എന്തായിരിക്കും ചോദിക്കുക? നമ്മൾ ഇതുവരെ ഇതിനകത്ത് വുഡ് യു മൈൻഡ് കണ്ടില്ലല്ലേ? യെസ്, അവിടെ വുഡ് യു മൈൻഡ് വെച്ചായിരുന്നു എന്താ ഫിൽ ചെയ്യാനുള്ളത്? എന്താ? വുഡ് യു മൈൻഡ് കീപ്പിംഗ് ദ ഏഞ്ചൽ in the courtyard. Okay, would you mind keeping the angel in the courtyard? എന്നായിരുന്നു എന്താ അവിടത്തെ ആൻസർ വരിക കേട്ടോ. would you mind keeping the angel in the courtyard? ഓക്കെ, അതൊരു would you mind വന്നില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ would you mind വെച്ച് എഴുതാനുള്ള ആൻസർ ആണ് കേട്ടോ. would you mind keeping the angel in the courtyard എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് would you mind വെച്ചിട്ട് വേറെ ഈ അതേ ഐഡിയ വരുന്ന വേറെ സെന്റൻസ് ആയാലും മതി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കേട്ടോ. വുഡ് യു മൈൻഡ് കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കോർട്ട്യാർഡ് തന്നെ എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, എങ്കിൽ വീണ്ടും എന്ത് ഒരു മാർക്ക്. ഓക്കെ, സെറ്റ് ആണ്. 5 മാർക്കും എന്ത് ചെയ്തു? സെറ്റ് ആയി. ഓക്കെ, ദെൻ അടുത്ത പോർഷനിലേക്ക് പോവാം. യെസ്, 31th പോർഷൻ. എല്ലാവരും കാത്തിരുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് വന്നിരിക്കുക. യെസ്, ഗൗരി പറയാണ്, ഇഫ് ഐ സ്റ്റാർട്ടഡ് ബൈയിങ് ദീസ് പാക്സ് എവറി മന്ത് വി വിൽ റൺ ഷോർട്ട് ഓഫ് മണി. പറഞ്ഞതുപോലെ റിപ്ലൈഡ് എന്നോ ആസ്ക്ഡ് എന്നോ ഒന്നും വന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യത്തെ ഏക് പാർട്ട് എങ്ങനെ എഴുതും? ഗൗരിയാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാം? ഗൗരി പറഞ്ഞു അല്ലെ, സെഡ് ദാറ്റ് ഇഫ് ഐ വരുമോ? ഇല്ല, ഷീ ആവും. സ്റ്റാർട്ട് എങ്ങനെ മാറും? സ്റ്റാർട്ടഡ്. ഓക്കെ, ഗുഡ്. സ്റ്റാർട്ടഡ് ബൈയിങ് ദീസ് പാക്സ്. ദീസ് ഇൻഡയറക്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ദോസ് ആവും. ഓക്കെ, ദോസ് പാക്സ് every month we will എന്തായി? would ആയി. ഓക്കെ, run short of money. Okay, settle. Gauri said that if she started buying those packs every month we would run short of money. എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മാർക്ക് സെറ്റ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് പറയാം. കുറെ പേർക്കൊക്കെ കുറച്ച് ടഫ്നെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കാണും അല്ലെ? റിപ്പോർട്ടഡ് സ്പീച്ചിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിക്കാണും. കുറെ പേർക്ക് അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇത് എന്ത് ചെയ്യും? ആൻസർ ചെയ്താണ്. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനം ബബ്ലു ആണ് ഇവിടെ പറയാം. പ്ലീസ് സ്റ്റോപ്പ് തിങ്കിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ എങ്ങനെ പറയും? ബബ്ലു റിപ്ലൈഡ് ദാറ്റ്. അല്ലല്ല, റിപ്ലൈഡ് വരില്ല കാരണം അതൊരു റിക്വസ്റ്റ് ആണല്ലേ. ബബ്ലു requested to stop thinking like that. ഓക്കെ, വീണ്ടും ഒരു സെന്റൻസും കൂടി വരികയാണ്. അപ്പൊ 2 സെന്റൻസ് പറഞ്ഞെങ്കിൽ സാർ പറഞ്ഞു ഇവിടെ എന്ത് ചേർക്കണം? യെസ്, ആൻഡ് added that. Okay, added that എഴുതണേ. added that it is a matter അല്ല, പ്രസന്റ് അല്ല. പ്രസന്റ് എന്താവും? പാസ്റ്റ് ആവും. it was a matter of health and hygiene. Okay, it was a matter of health and hygiene എന്നാണ് എന്ത് ചെയ്യുക? വരിക കേട്ടോ. ഓക്കെ, സെറ്റപ്പ്. നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടഡ് സ്പീച്ച്. വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, ദെൻ 32th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റ് പെയർ. ഓക്കെ, പെയർ ക്രിയേറ്റ് ചെയ്യാവുന്നതായിരുന്നു എന്താ ചോദ്യം. ക്രിയേറ്റ് പെയർസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ടു പ്രൊവൈഡ് ആപ്പ് ക്യാപ്ഷൻ ഫോർ ദ ഇമേജസ്. അപ്പോൾ ഈ 2 ഇമേജസും കൂടി എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് ഒരു ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു വേർഡ് പെയർ ഉണ്ടാക്കുക എന്നതാണ് എന്താ ചോദ്യം. എങ്ങനെ ഉണ്ടാക്കാം? ഇവിടെ എന്താണ്? ഒരു അമ്മയും മകളും ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. മെറ്റേണൽ സൊലൈസ്. സൊലൈസ് മീൻസ് ആശ്വാസം എന്നാണ് കേട്ടോ. മെറ്റേണൽ സൊലൈസ് എന്നാണ് ഇവിടെ വരിക. ഓക്കെ, മെറ്റേണൽ സൊലൈസ്, അതായത് ഇതും കൂടി എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഓക്കെ, അതാണ് എന്താ ആദ്യത്തെ ആൻസർ. ഇവിടെ എന്താ? ബോട്ടൊക്കെ എന്താണ്? വള്ളങ്ങളൊക്കെ എന്ത് ചെയ്തു? ഒഴുക്കി വിടുകയാണ്. അതെന്താണ്? വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷം കാണാം അല്ലെ? യെസ്, അതാണ് അവിടെ ജോയ്ഫുൾ മൊമെന്റ്സ്. അത്രേ ഉള്ളൂ. ആദ്യത്തത് മെറ്റേണൽ സൊലൈസും രണ്ടാമത്തത് എന്താ?
ജോയ്ഫുൾ മൊമെന്റ്സ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും 2 മാർക്കാണ്. ഓക്കെ, കുറേ പേർക്കൊക്കെ 70 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കുറേ പേർക്കൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കാണാൻ, പിന്നെ പാരഗ്രാഫ് ഒക്കെ കണ്ടപ്പോൾ കുറേ പേർക്ക് ടൈം കിട്ടിയില്ല. ടൈം കിട്ടാത്തത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് എന്താണ് കൂടുതൽ എഴുതണ്ട. ഓക്കെ, ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, എഴുതുക. പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് അവിടെ എന്ത് ചെയ്യും, കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും എന്ത് ചെയ്യട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, നെക്സ്റ്റ് എക്സാം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, ബൈ.